ചങ്കുകളെ ചങ്ങാതിമാരെ, നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടിട്ട് കുറെ കാലമായി. ഞാൻ അണഞ്ഞു ഫുള്ളായിട്ട് തീർന്നെന്ന് പറഞ്ഞാൽ ഇനി എന്തെന്നുള്ള ചിന്ത വരെ എത്തി നിന്നേ. ഇപ്പം പിന്നെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടേ. കാരണം ഒരു ബാങ്കുകാർ തരുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. വരി കൊല്ലം ജില്ല ഫുള്ള് ഞാൻ ഓടിയുടെ ഷീറ്റ് മേടിക്കാൻ. കൊല്ലം ജില്ല ഫുള്ള് ഓടി ഷീറ്റ് കൊണ്ടുവന്ന് ഇവിടെ അടുക്കി. എന്റെ ചീര കച്ചവടത്തിൽ ഫസ്റ്റ് ചീര ഇട്ടപ്പോൾ ഞാൻ അതിനകത്തൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തോ അറിയോ, 2026 ഞാൻ തൂക്കുമെന്ന്. പിന്നെയും വിചാരിച്ചു ശരി കുറച്ച് തൂക്കിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. തൂക്കിതാ പന്നി നമ്മളെ വല്ലാത്തൊരു തൂക്കി ഇഞ്ഞു പോരി എന്ന് എല്ലാരും പറയില്ലേ, ഭാരാദൂരം ഇല്ലയോ. ഇത് ഭാരാദൂരം കേട്ട് നിങ്ങളൊരു പരുവത്തിലാവണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാത്തയാന്ന്. നോക്ക, ഓരോ വാഴയുടെയും ചേരയുടെയും മൂട് നോക്ക്. ഇത് നമ്മൾ നേരത്തെ പന്തലിട്ടിരുന്നയാ, പയറിട്ടിരുന്ന പന്തലിന്റെ ഇടയ്ക്ക് ഒരു തരി സ്ഥലം നമ്മൾ വേസ്റ്റ് ആക്കി കളഞ്ഞ നമ്മുടെ കൃഷി കൊണ്ട് നമുക്ക് മെച്ചപ്പെടൂല. അപ്പം കഴിഞ്ഞ ട്രിപ്പ് ഒരു ഇടി ഇടിച്ചിട്ട് ഇവിടെ വെച്ച മുറിച്ച് കളഞ്ഞായിരുന്നു. വീണ്ടും ഒന്ന് കരുത്തോടുകൂടി കയറി വരുന്നു. വീഡിയോയ്ക്ക് ലെങ്ത് കൂടിയാ ക്ഷമിക്കണം. ഇതൊക്കെ നമ്മുടെ ഈ ചേന നോക്കിക്ക. ഇവിടെ ആ ഒരെണ്ണം അല്ല, ദാണ്ട് അടുത്തത് കണ്ട. അപ്പൊ വാഴയുടെ അവസ്ഥ നമ്മളെ വലുതായിട്ട് ഉപദ്രവിക്കൂലായിരുന്നേ. വാഴയുടെ അവസ്ഥ ഇതായിരുന്നു. ഇവിടെ വരെ അവര് വരത്തോളായിരുന്നു. എങ്ങനെ നമുക്ക് ഇത്രയും കുത്തത്തോളായിരുന്നേ. ഇത്രയും കുത്തിക്കൊണ്ട് നിന്നവര് നമ്മളോടൊരു വലിയ വൈരാഗ്യം തീർത്തൊരു പണി കിടക്കുന്ന കിടത്താണ്ടോ. ഇത് വനത്തിന്റെ മേഖലയിലാണെങ്കിൽ ഞാൻ എന്റെ കണ്ടെത്തി ആന ഇറങ്ങി കുത്തി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തേന്. നമുക്ക് പന്നി കുനിഞ്ഞേ വരത്തോളുന്നു. ഒരു പന്നി കുനിഞ്ഞ് വന്ന് എന്റെ ഈ വാഴയുടെ പള്ളക്കിട്ട് ഇടിക്കണമെങ്കിൽ എന്തൊരു പന്നി കുനിഞ്ഞ് വരാൻ നോക്ക. ഇടിച്ച് പിരുത്ത് ഒരു ലേബൽ ഇല്ലാതാക്കി കളഞ്ഞു. ഇവിടെ ഈ പന്നി വന്ന് കേറണമെങ്കിൽ ദാണ്ടേ ഫുള്ള് തൂണ്, ഒരു മനുഷ്യൻ പിടിച്ചാൽ ചലിക്കാത്ത രീതിയിൽ ഒരു തൂണ് ഇട്ട് 1 കമ്പി 2 കമ്പി 3 കമ്പി ഇട്ടിട്ടും അവൻ തകർത്തു. അതുകൊണ്ട് നമ്മള് ഓണത്തിന് വേണ്ടി ആകെ കാത്തുകൊണ്ടിരുന്ന വാഴ ഇതിനകത്ത് കൊലച്ചു തുടങ്ങി. പക്ഷെ കുറച്ച് ലൈറ്റായത് നമുക്ക് 40 ഡിഗ്രിക്ക് മേലെ ചൂടടിച്ചത് കൊണ്ട് കുറച്ച് ലൈറ്റായി പോയി. വെള്ളം അടിച്ചൊക്കെ കറക്റ്റ് വളങ്ങൾ ഓരോ സമയവും കൊടുത്ത്. ഇപ്പൊ ഈ പന്നി കയറി കുത്തിയേക്കുന്നതിനകത്ത് വേറൊരു നോർമലി ഇവര് കിടന്നപ്പം കുത്തിയില്ലാന്നേ. നോക്ക്, നമ്മൾ ഈ അവിടുത്തെ പുരയിടക്കാരൻ സോളാറിന് 3 ലൈൻ കമ്പിയും വലിച്ചു. ഈ കമ്പി വലിച്ചിട്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും നോക്കിയിട്ട് നമ്മൾ കയറിയ പാട് കാണാനുമില്ല. പോരാ, ഇപ്പൊ ആ നമ്മുടെ പന്തലിന്റെ സൈഡിൽ ഫുള്ള് ഒരു വരി ഷീറ്റ്. ഈ ഷീറ്റ് നമ്മൾ ഈ കൊല്ലം ജില്ല മൊത്തം കറങ്ങിയിട്ട് ഒരിടത്ത് പോയിട്ട് കിലോയ്ക്ക് 60 രൂപ വീതം വെച്ചിട്ട് കൊണ്ടുവന്ന് ആ മക്കളെ 1 കിലോയ്ക്ക് 60 രൂപ അങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ച് ഈ ഭാഗം ഫുള്ള് അങ്ങ് മറച്ചു. ആ കണ്ട ഭാഗം ഫുള്ള് മറച്ചുന്നത് ഇതുവഴിയാണ് അവർ കയറിക്കൊണ്ടിരുന്നത്. ഇവര് കയറിയില്ല. നിങ്ങൾക്കറിയാം മക്കളെ, ഒരു കുടുംബം ഇന്ന് നിങ്ങൾ പ്രവാസിയാണെങ്കിൽ പോലും വരയ്ക്കും കുടുംബം പുലർത്തായി. അപ്പൊ ഇവിടെ കിടന്നുകൊണ്ട് ഈ കൃഷിക്കകത്ത് പന്നിക്കും പാട്ടത്തിനും ഒക്കെ കൊടുത്തിട്ട് ഞങ്ങളെ വീട് കഴിയണം, ഞങ്ങളെ ആൾക്കാരുടെ കാര്യം കഴിയണം, ഒരു വാടക കഴിയണം. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ കിടന്ന് കറക്കുമ്പം വീടുന്നെങ്കിലും ഈ മനുഷ്യ നിർമ്മിതിയാടെ മിഷീനെ പോലെ വർക്ക് ചെയ്യുന്നെങ്കിലും അപ്പം പാർട്സുകൾക്ക് ചെറിയ കംപ്ലൈന്റുകൾ. അപ്പൊ ചെന്ന് കണ്ടുപിടിച്ച് വന്നപ്പോ എന്തുവാ, പിന്നെ ഡിസ്കിനോ തള്ളല്ലോ എന്തായാലും അതിൻ്റെയൊക്കെ പേരിൽ ചെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് 2 ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇന്നലെ പോയിട്ട് വന്ന ഒരൊറ്റ ദിവസമാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാഞ്ഞ്. നമ്മൾ ചെല്ലേണ്ടുന്നിടത്ത് നമ്മൾ ചെന്നില്ലെങ്കിൽ നമ്മളെ കാര്യമൊക്കെ ഓക്കെയാ. അപ്പൊ ഈ ഒരു മറയൊക്കെയാണ് മക്കളെ ഞാൻ വരുന്നെന്ന് പറഞ്ഞാൽ വീണ്ടും എല്ലാവരും ഓരോ വീഡിയോയിലും നമ്മളോട് പറയുന്ന ഒരു കേസുണ്ട്. നിങ്ങൾ ശരിയാവും. ഒരു 10-28 കെയ്ക്ക് മേലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു നെഗറ്റീവ് കമന്റ് പോലും വരാതെ കയറി വന്നത് 90% ആൾക്കാരും നമ്മളെ പോലെ. എൻ്റെ അടുത്ത് ഉമ്മച്ചി പറഞ്ഞായിരുന്നു കേട്ടാ, എൻ്റെ പട്ടിണി കിടന്ന് ആരും അറിയില്ല, മുണ്ടങ്ങോട്ട് മുറുക്കി കുത്തിയാൽ മതി. കുത്തി നടുവില്ല ഉണ്ട് കുത്താൻ ഡിസ്കിന് ബൾജാന്ന്
പാരം എടുത്തോ, കൊച്ചിലെ മറിഞ്ഞു വീണോ, ഇതൊക്കെയാണ് ഡോക്ടർമാര് ചോദിക്കുന്നത്. വെയിറ്റ് എടുക്കല്ലേ, ഒരു ദിവസം വെയിറ്റ് എടുക്കാ, ഈ ഒരു ദിവസം വരാതിരുന്നതിന്റെ പേര് ഞാൻ എടുക്കണമെന്ന വെയിറ്റ് പന്നി എടുത്തോണ്ട് പോയി. ഞാൻ അതിനകത്ത് കൊല എടുത്ത് തോളി വെച്ചോണ്ട് പോണെന്ന് ഞാൻ. ആ പന്നി എന്റെ വെയിറ്റ് വരെ ഒഴിവാക്കി തന്നു. എന്താ പറയുക, ചെറിയ മറയും വലയും ഒന്നും അല്ല കിടക്കുന്ന വരി, ഇതൊക്കെ ചെറിയ അടവൊന്നും അല്ലാതെ എവിടെയോ എന്തോ ഒന്ന് എനിക്ക് കരുതി വെച്ചിട്ടുണ്ടെന്ന് ആരോ പറയും പോലെ. നോക്കിക്ക, 3 ലയം കമ്പി, ഒരു വല, തൊട്ട് താഴെ കറണ്ട് കൊടുത്തില്ലെങ്കിലും സോളാറിന്റെ കമ്പി. അപ്പൊ ഇത് ഇത്രയും തള്ളിയിട്ട് ആ കൊടുക്കുന്നതിനകത്തും ഒന്നും വന്നില്ല. അപ്പൊ എന്നെ സഹായിക്കാൻ വേണ്ടി അറിഞ്ഞ് നേരിട്ട് ദൈവം പറഞ്ഞു വിട്ടിയാന്ന് തോന്നുന്നു. കേറിയ വഴി പോലും കാണാനില്ലെന്ന്. ഇവിടെ ഈ വഴി കൂടെ അവർ കയറി വന്ന് ഇടിച്ചോണ്ടിരുന്നേ, മറച്ചോണ്ടിരുന്നേ. അപ്പൊ ആ വഴി അങ്ങോട്ട് അടച്ച്. പിന്നെ പറന്ന് വന്ന് ഇനി പന്നി എടുത്ത് നേരെ കൊണ്ടുവന്ന് ഇട്ടോന്ന് അറിയത്തില്ല. എങ്ങനെ കൊണ്ടിട്ടാലും വന്ന് ഇടിച്ചതും ചാമ്പിയതും എന്റെ വാഴക്കി. ഇന്നലെ നമ്മുടെ കുരുന്ന് വന്നതിനകത്ത് കേറുന്നുണ്ട്. ഏട്ടാ, ഈ കേറുന്ന് പറയാനൊക്കെ എന്റെ ഈ താരം നോക്കാം, എന്റെ ഹൈറ്റ് ഉണ്ട്. യവനങ്ങാണം വന്നൊരു കുത്തിയ എന്റെ അവനല്ല, ഒരേ വലിയ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾ ഈ തന്ന സപ്പോർട്ട് വീണ്ടും തരും. ഞാൻ ഒന്നും കൂടെ ഒന്ന് പിടിച്ച് കേറി നോക്കാം. എവിടെയെങ്കിലും പാളിയെന്ന് കണ്ട മക്കളെ ഒരൊറ്റ പിടുത്തം പെടില്ല, എവിടെയെങ്കിലും അങ്ങ് പോയി വീഴും. ഓക്കെ, ബൈ.